Hi everyone, this is Abin Xavier from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.3ൻ്റെ ഒഫീഷ്യൽ റിലീസ് വന്നിരിക്കുകയാണ്. അത് ഏകദേശം വന്നിരിക്കുന്നത് 880 MB-ലാണ് iPhone 11-ൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ iPadOS 15.3 റിലീസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ WatchOS 8.4 റിലീസ് ചെയ്തിട്ടുണ്ട്, macOS 12.2 റിലീസ് ചെയ്തിട്ടുണ്ട്, tvOS 15.3 റിലീസ് ചെയ്തിട്ടുണ്ട്, അവസാനം HomePodOS 15.3 റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ iOS 15.3 എന്ന് പറയുന്ന അപ്ഡേഷൻ iPhone 6s മുതൽ iPhone 13 Pro Max വരെയുള്ള എല്ലാ ഡിവൈസിലും വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പൺ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് ചെക്ക് ചെയ്യാം. അതിന് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടുന്ന് ജനറലിലേക്ക് പോവുക, എബൌട്ട് സെക്ഷൻ ടാപ്പ് ചെയ്യുക. അവിടുന്ന് സോഫ്റ്റ്വെയർ വെർഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 19D50 എന്ന്. ഇത് 15.3 ഒഫീഷ്യൽ റിലീസിൻ്റെ ബിൽ നമ്പറാണ്. 15.3 RC റിലീസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 19D49 എന്നായിരിക്കും കാണിക്കുക. പിന്നെ iOS 15.2.1 നിന്ന് 15.3 അപ്ഡേറ്റ് ചെയ്യുന്നൊരു വ്യക്തിക്ക് മോഡേൺ ഫേംവെയറും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ iOS 15.3 റിലീസ് കാൻഡിഡേറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നമുക്ക് ഒരു മോഡേൺ ഫേംവെയർ കിട്ടില്ല. അത് ഓൾറെഡി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. കാരണം 15.3 റിലീസ് കാൻഡിഡേറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ചിൽ വന്നാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിലാണ് ആദ്യത്തെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു ചേഞ്ച് അറിയുന്നത് നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പ് നമ്മൾ എടുക്കുക. അവിടുന്ന് നമ്മുടെ ലൈബ്രറി പോയിട്ട് ലേറ്റസ്റ്റ് എപ്പിസോഡ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറിയൊരു വേർഡിങ് നമുക്ക് മാറിയതായിട്ട് കാണാൻ പറ്റും. കാരണം നേരത്തുള്ള അപ്ഡേഷനിൽ നോ ലേറ്റസ്റ്റ് എപ്പിസോഡായിരുന്നു കാണിച്ചത്. പക്ഷേ ഇപ്പോൾ ഓൾ കോട്ടപ്പ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു ചെറിയ വേർഡിങ്ങിൻ്റെ ചേഞ്ചാണ് ഈ ഒരു അപ്ഡേഷനിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ആപ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ ആപ്പിൾ ഡിജിറ്റൽ ID-യിലാണ്. അത് സെലക്റ്റഡ് ആയ കൺട്രികളിലും അതേപോലെ സെലക്റ്റഡ് ആയ എയർപോർട്ടുകളിലും മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ആപ്പിൾ വാളറ്റിലേക്കായിരിക്കും ആ ഒരു അപ്ഡേഷൻ വരിക. ഈ ഒരു അപ്ഡേഷൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ അടുത്ത മാസം ഫെബ്രുവരിയോടെ നമുക്ക് ആ ഒരു അപ്ഡേഷൻ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ആ ഒരു അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയത്ത് പോലില്ല. കാരണം ഇന്നലെ ആപ്പിള് ഒരു അപ്ഡേഷൻ റിലീസ് ചെയ്തായിരുന്നു. അത് എല്ലാവർക്കും അറിയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ആ ഒരു അപ്ഡേഷൻ എന്താ വെച്ചാൽ നമ്മുടെ ആപ്പിൾ വാച്ചിൽ പുതിയൊരു ബാൻഡ് ലൂപ്പും അതേപോലെ പുതിയൊരു വാച്ച് ഫേസും വന്നിരിക്കുകയാണ്. അത് എങ്ങനെ നോക്കണം നമ്മുടെ സഫാരിയിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇട്ടേക്കാം ഓൾറെഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാച്ച് ഫേസും അതേപോലെ തന്നെ വാച്ച് ബാൻഡുമാണ് ആപ്പിള് ഇന്നലെ റിലീസ് ചെയ്തത്. ബ്ലാക്ക് യൂണിറ്റി എന്ന് പറയുന്ന വാച്ച് ഫേസും നമുക്ക് റിലീസ് ആകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഐപാഡിലും മാക്കിലും ഐഫോണിലും നമുക്ക് പുതിയൊരു വാൾപേപ്പറും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈൻഡ് ഔട്ട് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അവിടുന്ന് നേരെ നമ്മൾ താഴത്തേക്ക് പോവുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഐപാഡിലും മാക്കിലും അതേപോലെ ഐഫോണിലും ഒഫീഷ്യലായിട്ട് നമുക്കൊരു പുതിയ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെയുള്ള ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പോഡ്കാസ്റ്റ് ആപ്പിൽ പറഞ്ഞ പോലെ തന്നെ കുറേ വേർഡിങ്സിലുള്ള ചേഞ്ചാണ് ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്നത്. iOS 15 ഇറങ്ങിയപ്പോൾ തന്നെ ചൈൽഡ് സേഫ്റ്റിനെ പറ്റി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ 15.2.1 ഞാൻ പറഞ്ഞായിരുന്നു ചൈൽഡ് സേഫ്റ്റിനെ പറ്റി. ഈ ഒരു 15.3 അവർ ആ ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ച് വേർഡിങ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് വേർഡിങ്സും ചില കാറ്റഗറിയിൽ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് റിലേ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലും അവർ ചെറുതായിട്ട് ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം പല കൺട്രികളിലും അതിൻ്റെ പല ഫീച്ചേഴ്സും നമുക്ക് ഡിസേബിൾഡ് ആയിരിക്കും. ആ ഒരു കാര്യം അവർ പ്രൈവറ്റ് റിലേയിലും പറയുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗസി കോൺടാക്റ്റ് ആണ്. ലെഗസി കോൺടാക്റ്റ് നമ്മുടെ ആപ്പിൾ ID പോവുക. അവിടുന്ന് സെക്യൂരിറ്റി ആൻഡ് പാസ്വേഡിൽ ടാപ്പ് ചെയ്യുക.
അവിടെ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ലെഗസി കോണ്ടാക്റ്റിലും നമുക്ക് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ലെഗസി കോണ്ടാക്റ്റ് അവർക്ക് നമ്മുടെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ മരണത്തിന് ശേഷം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനോ അത് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ബാറ്ററി പെർഫോമൻസ് കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ബാറ്ററി പെർഫോമൻസ് ഈ ഒരു iOS 15.3 റിലീസ് ചെയ്തിട്ട് ഉടനെ നോക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററി പെർഫോമൻസ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി ഹെൽത്തിലേക്ക് ചില ചേഞ്ചസ് ചിലപ്പോൾ വരാം. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ നന്നായിട്ട് കുറയാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു അപ്ഡേഷന് ശേഷം എൻ്റെ മാക്സിമം കപ്പാസിറ്റി നേരത്തെ 99 നിന്നും നേരെ 98 താഴത്തേക്ക് പോയിട്ടുണ്ട്. നമ്മളിത് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി ഹെൽത്ത് മാത്രം നമ്മൾ നോക്കാതെ സാധാ പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഡിവൈസ് യൂസ് ചെയ്യുക. നമ്മൾ ഓവറായിട്ട് ഈ ഒരു കാര്യം കൺസേൺ ചെയ്യാതിരിക്കുക. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം, എനിക്ക് ഈ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതും ഞാൻ പറയുന്ന പോലെ ഒരു 2 ദിവസം നമ്മൾ നന്നായിട്ട് തറോലി യൂസ് ചെയ്യുക. ആ ഒരു യൂസിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഈ ഒരു അപ്ഡേഷൻ്റെ പെർഫോമൻസിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവും. സെക്യൂരിറ്റി പാച്ചസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ സഫാരിലുണ്ടായ ആ ഒരു ബഗ് അവർ ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അവരുടെ സെക്യൂരിറ്റി അപ്ഡേഷനിൽ അതവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെബ് കിറ്റ് എന്ന് പറയുന്ന 3 ഓപ്ഷനിലും അവർ ആ ഒരു കാര്യം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് വലുതായിട്ട് ഈ ഒരു അപ്ഡേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ തോന്നിയിട്ടില്ല. പക്ഷേ ഹെവിലി പ്രോസസ്സിങ് ആയ ഗെയിമിംഗ് ഒക്കെ കളിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ചെറിയ ഹീറ്റിംഗ്, ആ ഒരു ഹീറ്റിംഗ് നമുക്ക് എപ്പോഴും നമ്മുടെ ഡിവൈസിലുണ്ടാണ്. അല്ലാതെ നമുക്ക് വലുതായിട്ടൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ iOSൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മാറ്റാത്ത കുറേ സ്വന്തം ബഗ്ഗുകളെ പറ്റി പറയാം. ആപ്പിൾ മ്യൂസിക്കിലാണ് ഫസ്റ്റ് ബഗ്. ആപ്പിൾ മ്യൂസിക് എടുക്കുമ്പോൾ നമ്മുടെ CPU കൂടുതൽ അത് റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള കാരണമുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റോറേജ് ബഗ് എപ്പോഴും ഉള്ള പോലെ തന്നെയാണ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വന്നിരിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കുന്നുണ്ട് ലോഡ് ആവാൻ. അതേപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു സിസ്റ്റം ഡാറ്റയും അതേപോലെ iOSഉം കറക്റ്റ് തന്നെ എമൗണ്ട് ആയിരിക്കില്ല കാണിക്കുന്നത്. പലർക്കും പല രീതിക്കുള്ള എമൗണ്ട് ആയി കാണിക്കുന്നത്. ചിലവർക്ക് ഈ ഒരു iOS അല്ലെങ്കിൽ സിസ്റ്റം ഡാറ്റയൊക്കെ 0 KB എന്ന് വരെയും കാണിക്കുന്നുണ്ട്. ആ ഒരു ബഗ്ഗും ഇപ്പോഴും iOS 15.3 പിന്നെ വരുന്നതാണ് iPhone 13 സീരീസിലാണ് എസ്പെഷ്യലി വന്നിരിക്കുന്നത്. നമ്മുടെ പിങ്ക് ഡിസ്പ്ലേ, നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ സ്ക്രീൻ പിങ്ക് ആവുന്നു എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആപ്പിൾ ഇപ്പോഴും ഒഫീഷ്യലി അതിനൊരു റിപ്ലൈ തന്നിട്ടില്ല. പക്ഷേ 15.3 ആ ഒരു ബഗ് റിസോൾവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ iOS 15.3 നമുക്ക് വലുതായിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നല്ല രീതിക്കുള്ള സെക്യൂരിറ്റി പാച്ചും അതേപോലെ തന്നെ ബഗ് ഫിക്സസും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 3 ബഗ്ഗുകൾ ഒഴിച്ച് അത് അടുത്ത അപ്ഡേഷനിലും നമുക്ക് റിസോൾവ് ആവാമെന്ന് വിചാരിക്കാം. അതോടൊപ്പം തന്നെ iOS 15.4 ചിലപ്പോൾ അടുത്ത ആഴ്ച റിലീസ് ആവുന്നതായിരിക്കും. ആപ്പിളിൻ്റെ കാര്യമുണ്ട്, ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഹോപ്പ്ഫുള്ളി അടുത്ത ആഴ്ച തന്നെ iOS 15.4ൻ്റെ പുതിയ ബീറ്റ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു iOS 15.3ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയാൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ആപ്പിൾ കൂട്ടുകാർക്ക് എന്തായാലും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഓപ്പണാണ്. അവിടെ എല്ലാവരും ജോയിൻ ചെയ്യുക. ആപ്പിൾ സംബന്ധമായ എല്ലാ സംശയങ്ങളും നമുക്ക് അവിടെയും സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ താങ്ക് യു so much for watching this whole video. This is Abin Xavier signing from everything you want to know about Apple.